Hi friends, once again welcome back to T Blogs. This meeting what is from Mavilikara. Okay, ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞത് വേറെ ഉള്ളതാണ്. അപ്പം സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അത് ആദ്യമേ തന്നെ പറഞ്ഞേക്കുന്നു. ഓക്കെ, സബ്ജക്റ്റ് വേറൊന്നുമല്ല, ഒരു സബ്ജക്റ്റ് പറയാമെന്ന് കരുതി. നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് യൂട്യൂബ്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് യൂട്യൂബ് കണ്ടൻറ്റ്സ് ഉണ്ട്. അതിലുപരി ഒരുപാട് ഫിലിംസിൻ്റേതും അല്ലാതെ ഒരുപാട് വീഡിയോസൊക്കെ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് റെഫറൻസ് ചെയ്തിട്ട് വീഡിയോ തയ്യാറാക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഫോർ എക്സാമ്പിൾ പീപ്പിൾസ് കോൾ മീ ഡൂഡ്, അത് മലയാളത്തിലുള്ള നല്ലൊരു റെഫറൻസ് ചാനലാണ്. പക്ഷേ ഞാൻ ഇതെടുത്ത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ അടുത്തിടെ നടന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ കൂടെ കഴിഞ്ഞ തവണ എന്നല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ചാനലിൻ്റെ പേരും പറയുന്നില്ല, ആ പെൺകുട്ടി ആരാന്നും പറയുന്നില്ല, കാരണം അത് പറയുന്നത് ശരിയല്ല. ആ പെൺകുട്ടി ഒരു ചാനൽ തുടങ്ങി. ഏകദേശം വലിയ ക്ലാരിറ്റിയും വലിയ ഇതൊന്നുമില്ല, മൊബൈലിൽ വീഡിയോ ചെയ്യുന്ന ഒരു ചാനൽ. മൂന്ന് ദിവസത്തെ 3 വീഡിയോ എങ്ങാണ്ട് ഇട്ടു. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഏകദേശം 28 സബ്സ്ക്രൈബ്സ് എങ്ങാണ്ട് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 4-മത്തെയോ 5-മത്തെയോ വീഡിയോയ്ക്കകത്ത് എങ്ങാണ്ട് ഈ പെൺകുട്ടി പറഞ്ഞു വരികയാണെങ്കിൽ, ഈ പെൺകുട്ടി അല്പം ന്യൂഡായിട്ടുള്ള രീതിയിൽ, ഉള്ള കാര്യമുള്ള പോലെ പറയാം, ന്യൂഡായിട്ടുള്ള രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് ഏകദേശം ഒരു ഷോർട്ടായിട്ടുള്ള ആ ഒരു വീഡിയോ ചിത്രീകരിച്ചു പോസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ എവിടം വരെയാന്ന് പറഞ്ഞു വന്നേ, വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പം ഏത് വീഡിയോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പം ന്യൂഡായിട്ട് അല്പം സെക്സ് ആയിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഏകദേശം ഏറ്റവും അവസാനം ഞാൻ കണ്ടപ്പോൾ അങ്ങ് 132 സബ്സ്ക്രൈബ്സ് ഓൺ ദ സ്പോട്ടിൽ തന്നെ കയറി, വ്യൂസും അതിനനുസരിച്ച്. അപ്പം ദാറ്റ് ഈസ് എ ഡിഫറൻസ്. എന്താ പറയുക, നല്ല ക്ലാരിറ്റി ഉള്ളതും അതോടൊപ്പം തന്നെ നമുക്ക് അറിവ് നൽകുന്നതുമായിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ഉള്ളത്. ഇപ്പം എൻ്റെ ഒരു യൂട്യൂബ് ചാനലായിക്കോട്ടെ, അത് അത്ര വലിയ ഇതുണ്ടോയെന്ന് എനിക്ക് അത് ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ഉണ്ടോയെന്ന് ഇത് ചെയ്യേണ്ട നിങ്ങളെ ഇതാണ്. അതുപോലെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പീപ്പിൾ കോൾ മീ ഡൂഡ്, അല്ലെങ്കിൽ വേറെ ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. നല്ല നല്ല കണ്ടന്റുകളും നല്ല അറിവുകളും നമുക്ക് വരുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒന്ന് സത്യം പറഞ്ഞ തുണി നിന്ന് അല്പം ഇതായിട്ട് കാണിച്ചപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബ് കമൻറ്റും അതുപോലുള്ള കമൻസും കാര്യങ്ങളൊന്നും റിവ്യൂസും കാര്യങ്ങളും ഒക്കെ വർദ്ധിക്കുകയെന്ന് പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു എന്താ പറയുക, ഒരു പത്തറ്റിക്കായിട്ടുള്ള ലെവലാണ് ഈ കാണിക്കേണ്ടത്. ഒരിക്കലും ഞാനൊരു കണ്ടന്റ് അല്ല, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല, യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഇന്നലെ ഞാൻ ആ ചാനലിൻ്റെ പേര് പറയുമായിരുന്നു, പക്ഷെ ഞാൻ പറയുന്നില്ല. ഓക്കെ, എനിവേ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എസ് മീ ടിൻ വർഗീസ് ഫ്രം ടി ബ്ലോഗ് സൈനിങ് ഔട്ട്.